വീഡിയോ ആയി ഈ കഥയിലാണോ ഇന്നത്തെ യുവതലമുറയിൽ സാധാരണ ലഹരി എന്ന പ്രേരണയ്ക്ക് പാവത്തിന്റെ പടിമുട്ടി കുഴിയിൽ വീണ യുവ തലമുറയെ കുറിച്ച് വിശ്വാസം കഴിവിച്ച് പാവത്തിന്റെ വഴിയെ പോയ വഴി വീഴ്ത്ത യുവതലമുറയെ കുറിച്ച് നമുക്ക് ഈ കഥയിലേക്ക് Like all ആകും ഓറായി അരുത്, നീയത് ചെയ്യരുത്. നിന്നെ രക്ഷിക്കാൻ സ്വർഗത്തിൽ നിന്നും ദൈവമയച്ച ദൂതനാണ് ഞാൻ. നിന്റെ ദുഃഖങ്ങൾ എവിടെയായിരുന്നു? ഈ ദൈവം സുഖവും ദുഃഖവുമല്ല, ഒരു മനുഷ്യ ജീവിതത്തിലുള്ളതാണ്. സന്തോഷം മാത്രമുള്ളൊരു ജീവിതം ഞാൻ നിനക്കായി നൽകാം. അരുത്, പാപത്തിന്റെ വഴിയെ നീ പോകരുത്. സുഖം നിറഞ്ഞതായ ജീവിതം നിനക്ക് ദൈവം കരുതി വെച്ചിരിക്കുന്നു. ലഹരിയുടെ കവാടം ഇതാ ഞാൻ നിനക്കായി തുറന്നു വെച്ചിരിക്കുന്നു. കഴിക്ക്, ഇത് കഴിക്ക്. അരുത് മകനെ, നീ അത് കഴിക്കരുത്. പാപത്തിൽ നീ വീഴരുത്. കഴിക്ക്, ലഹരിയുടെ കവാടം ഇതാ ഇതാ ഈ മരുന്ന്. കഴിക്ക്, അരുത്, നീ അത് കഴിക്കരുത്. അരുത്, പാപത്തിന്റെ വഴിയെ പോകരുത്. ലഹരിയുടെ കവാടം നിനക്കായി തുറന്നിരിക്കുന്നു. സന്തോഷം എന്തെന്ന് ഞാൻ അറിയുന്നു. ദുഃഖം എന്തെന്ന് ഞാൻ അറിയുന്നേയില്ല. ലഹരി നിറഞ്ഞിരിക്കുന്നു. ലഹരി വേണം. എന്നെ പിന്തുടരൂ. ലഹരിയുടെ ആനന്ദത്തിന്റെ കവാടം ഇതാ ഞാൻ നിനക്കായി തുറന്നിരിക്കുന്നു. എന്റെ പീഡനകൾക്കകം നീ നിന്റെ ദേവത്തിൽ തന്നെ
നാമം വാഴ്ത്തപ്പെട്ടതാകട്ടെ. പ്രഭു, ഒരു ദുഃഖവാർത്തയുണ്ട്. എന്ത് പറ്റി? നമ്മുടെ ഒട്ടകങ്ങളെയും കഴുതകളെയും ചെതേക്കാർ വന്ന് അപഹരിച്ചു. നഗ്നനായി ഞാൻ തന്നെ പോകുന്നു. വിഷമിക്കാതിരിക്കും പ്രഭു. നീ പോയിക്കൊള്ളുക. ഇതാ സമ്പത്ത് നഷ്ടപ്പെട്ട് നിസ്സഹായനായി നിൽക്കുന്ന നീ ഇപ്പോഴും നിന്റെ ദൈവത്തെ വിശ്വസിക്കുന്നു. ആ മഹാസത്യത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. നിന്റെ ശരീരമാകെ കുഷ്ഠം വന്ന് നിന്റെ ശരീരം നീളുമ്പോൾ നീ നിന്റെ ദൈവത്തെ തള്ളിപ്പറയാതിരിക്കില്ലല്ലോ. തള്ളിപ്പറയാതിരിക്കില്ല. എന്നെ കാണാൻ എങ്കിലും വന്നല്ലോ സുഹൃത്തെ. നിന്റെ ദുഃഖങ്ങളിൽ നിന്നെ ഉപേക്ഷിക്കാൻ എനിക്ക് തോന്നിയില്ല സുഹൃത്തെ. ഞാൻ ദുഃഖിതനല്ല സുഹൃത്തെ. നിന്റെ തന്നെ തീരുമാനങ്ങളാണ് നീ ഈ അവസ്ഥയിലെത്തിച്ചത്. ഇല്ല, നമ്മളൊന്നും തീരുമാനിക്കുന്നില്ല. എല്ലാം തീരുമാനിക്കുന്നു യഹോവയാണ്. നാറുന്ന നിന്റെ ഈ ശരീരം കണ്ടിട്ട് എനിക്ക് മനസ്സ് മടുക്കുന്നു. ഇനി എനിക്ക് സാധിക്കില്ല. എന്നോട് ക്ഷമിക്കൂ സുഹൃത്തെ, എന്നോട് ക്ഷമിക്കൂ. പ്രഭു, അങ്ങയുടെ ഭാര്യ അങ്ങയോട് പോകാനൊരുങ്ങുന്നു. ദൈവത്തെ ചതിച്ചിട്ട് അങ്ങയോട് പോയി മരിക്കാൻ പറഞ്ഞു പ്രഭു. എന്നാൽ ദൈവത്തെ പ്രതി നന്മ ചെയ്ത എന്നോട് തിന്മ ചെയ്യാൻ പറയുന്നു. കടന്നുപോ പ്രഭു. ഞാൻ പോകുന്നു പ്രഭു. ഇതാ മഹാമാരിയായി വന്നിട്ട് നീ നിന്റെ ദൈവത്തെ ഇപ്പോഴും വിശ്വസിക്കുന്നു. ഇതാ മരണം നിന്നെ കാത്തു തിന്നാൻ പോകുന്നു. ഇനിയും നീ നിന്റെ ദൈവത്തെ തള്ളി പറഞ്ഞില്ലെങ്കിൽ നിന്റെ ജീവൻ ഇതാ ഞാൻ അപഹരിക്കാൻ പോകുന്നു. എന്നും എനിക്ക് പ്രിയപ്പെട്ടവരായി എന്റെ സമ്പത്തില ഞാൻ ഇരട്ടിച്ചു തരുന്നു. യഹോവേ, അങ്ങയുടെ നാമം ഈ ലോകമെങ്ങും ഒന്ന് മഹാനാക്കി. അങ്ങയുടെ പരീക്ഷകളിൽ തൃപ്തനായിരുന്നില്ല. യഹോവേ, കണ്ടില്ലേ ജോബിന്റെ കഥ? ഇത് നമുക്കൊരു മാതൃകയാകട്ടെ. പാപത്തിന്റെ പിന്നാലെ പോകുന്ന ഈ യുവതലമുറയ്ക്ക് ഇതൊരു മാതൃകയാകട്ടെ. സാത്താനെയും അവന്റെ പ്രേരണകളെയും ചവിട്ടി അമർത്തുന്ന ഒരു യുവതലമുറയെ നമുക്ക് സ്വപ്നം കാണാം. ഞാൻ എന്നെ കൊല്ലുന്നു. ഞാൻ നിങ്ങൾക്ക് ലഹരി തന്നതല്ലേ? വേണ്ട, നിന്റെ ലഹരി ഞങ്ങൾക്ക് വേണ്ട. ഞാൻ നിങ്ങൾക്ക് ആരൊന്നും തന്നില്ലേ? വേണ്ട, ഞങ്ങൾക്ക് ഞാനൊന്നും വേണ്ട. നിങ്ങൾ എന്നെ കൊല്ലരുത്, എന്നെ കൊല്ലരുത്. ആശാന്റെ പരീക്ഷണങ്ങളെ നമുക്ക് ചേർത്ത് നിൽക്കാം. ലഹരി ഉപേക്ഷിക്കാം. വിശ്വാസം നമുക്ക് മുന്നേറാം. നമുക്ക് വിശ്വാസത്തിൽ അടിയുറച്ചു നിൽക്കാം. ക്രിസ്ത്യാനിയെ തങ്ങളിൽ വിശ്വാസത്തെ മുറുകെ പിടിക്കാം. കൂട്ടരെ, പാണനും കൂട്ടരും പോവുകയാണ് വിശ്വാസത്തിന്റെ സന്ദേശവുമായി മറ്റൊരു ദേശത്തേക്ക്.